വോട്ട് കൊള്ളയാരോപണത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയില്ലെന്ന് ഇന്ത്യ സഖ്യം. ചോദ്യം ചോദിക്കുമ്പോൾ പ്രതിപക്ഷത്തെ ആക്രമിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി നാണക്കേടാണ്. കേരളത്തിൽ BJPക്ക് ലഭിച്ച ഏക സീറ്റിൽ ക്രമക്കേട് നടന്നുവെന്നും ഇന്ത്യ മുന്നണി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. भारत के विभिन्न राजनीतिक दल केंद्रीय निर्वाचन आयोग से पूछ रहे हैं, उन सवालों का उत्तर केंद्रीय निर्वाचन आयोग नहीं दे पा रहा और अपनी जिम्मेवारी से भागने की कोशिश कर रहा है. उन्होंने कल अपने प्रेस वार्तालाप में राजनीतिक दलों पर सवाल उठाया और एक प्रकार से राजनीतिक दलों पर आक्रमण किया. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടിക്ക് ഒരുങ്ങുകയാണ് പ്രതിപക്ഷ സഖ്യം. ഇക്കാര്യത്തിൽ ഇന്ന് പ്രാഥമിക ചർച്ച നടന്നു. വോട്ടുകൊള്ള ആരോപണത്തിൽ ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര പര്യടനം തുടരുകയാണ്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, ഇന്ന് പ്രതിപക്ഷ സഖ്യത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നുവല്ലോ. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇന്ത്യ സഖ്യം? അജീഷ്, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നടത്തിയ ഈ വാർത്താ സമ്മേളനമാണ് പ്രതിപക്ഷത്തെ വീണ്ടും ചൊടിപ്പിച്ചത്. നേരത്തെ തന്നെ രാഷ്ട്രീയമായി ഇതിനെ നേരിടുക, അതിനെതിരെ പ്രചാരണം നടത്തുക എന്ന തന്ത്രമാണ് പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം മുന്നണിയിലെ കക്ഷികൾ സ്വീകരിച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ബീഹാറിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ യാത്ര തുടങ്ങിയത്. ഇന്ന് വീണ്ടും വാർത്താ സമ്മേളനത്തിൽ അവർ ഉന്നയിച്ചത് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവരുന്നയിച്ച ഒരു ആരോപണങ്ങൾക്ക് പോലും വ്യക്തമായിട്ടുള്ള മറുപടി പറഞ്ഞില്ല. കൂടാതെ തന്നെ ഇന്നലെ നടത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വാർത്താ സമ്മേളനം പോലെ ആയില്ല തോന്നിയത്. പകരം BJPയുടെ ഒരു B ടീം നടത്തിയ രാഷ്ട്രീയ വിശദീകരണം അല്ലെങ്കിൽ രാഷ്ട്രീയ മറുപടി പോലെയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാർത്താ സമ്മേളനം എന്നുള്ളൊരു വിമർശനമാണ് കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യ മുന്നണികൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്കെതിരെ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജ്ഞാനേഷ് കുമാറിനെതിരെ ഒരു ഇംപീച്ച്മെന്റ് നോട്ടീസ് പാർലമെന്റിൽ നൽകാൻ ഇവർ ഇപ്പോൾ ആലോചിച്ചത്. അതിന്റെ ഒരു പ്രാഥമിക ചർച്ച ഇന്ന് നടക്കുകയും ചെയ്തു. വർഷകാല സമ്മേളനത്തിലായിരിക്കും ഇത്തരത്തിലൊരു നോട്ടീസ് നൽകുക. നിലവിൽ പ്രതിപക്ഷത്തിന്റെ അംഗബലം അനുസരിച്ച് അവർക്ക് ഈ നോട്ടീസ് പാസ്സാക്കിയെടുക്കാൻ സാധിക്കില്ല. സഭയുടെ 2/3 ഭൂരിപക്ഷം വേണം ഇവർക്ക് ഈ നോട്ടീസ് പാസ്സാക്കിയെടുക്കാൻ. പക്ഷേ തങ്ങളുടെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഇംപീച്ച്മെന്റ് നോട്ടീസ് കൊണ്ടുവരിക എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ആലോചനയാണ് നിലവിൽ നടക്കുന്നത്. വർഷകാല സമ്മേളനത്തിലായിരിക്കും ഈ നോട്ടീസ് കൊണ്ടുവരിക. നേരത്തെ സമാനമായിട്ട് 2 ജഡ്ജിമാർക്കെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകിയിരുന്നു. അതിൽ ഒരു ജഡ്ജിക്കെതിരെയുള്ള ഇംപീച്ച്മെന്റ് നോട്ടീസ് അത് 50 പേർ ഒപ്പിട്ട് അതിൽ നടപടികൾ തുടർന്നു വരികയാണ്. രണ്ടാമത്തെ കേസും അതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ് ഉള്ളത്. അതുപോലെ തന്നെ രാജ്യത്ത് ഇതുവരെയ്ക്കും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു ഇംപീച്ച്മെന്റ് നോട്ടീസ് ആരും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഇത്തവണ അങ്ങനെ വേണ്ടി വന്നത് ഗതികേട് കൊണ്ട് എന്നാണ് ഇന്ത്യ സഖ്യ മുന്നണി ആരോപിക്കുന്നത്. കാരണം അവർ പ്രധാനമായും ഉന്നയിച്ച ആരോപണങ്ങൾ, പ്രത്യേകിച്ച് വോട്ടുകൊള്ള, രാജ്യത്തെ പല മണ്ഡലങ്ങളിലും അവർ വിശദമായി അന്വേഷണം നടത്തി തെളിവുകൾ സഹിതം നിരത്തിക്കൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനം. ആ തെളിവുകളിൽ ഒരെണ്ണത്തിൽ പോലും വ്യക്തമായ മറുപടി നൽകാതെ ഭീഷണിപ്പെടുത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് പക്ഷപാതപരമായിട്ടുള്ള ഒരു പെരുമാറ്റമല്ല പ്രതീക്ഷിക്കുന്നത് തുടങ്ങിയവയായിരുന്നു പ്രതിപക്ഷം മുന്നണികൾ ഉന്നയിച്ചത്. അതുകൊണ്ടാണ് അവർക്കെതിരെ ഈ പ്രത്യേകമായി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയ മുഖ്യ പ്രക്ഷോഭ വിഷയമാക്കിയെടുക്കാൻ ഒരുങ്ങുകയാണോ ഈ പ്രതിപക്ഷ സഖ്യം? ഇപ്പോൾ വോട്ടർ അധികാർ യാത്ര ബീഹാറിലുണ്ട്. രാഹുൽ ഗാന്ധി പ്രസംഗങ്ങളിൽ ഈ വിഷയം ഉയർത്തുന്നുണ്ട്. ഒപ്പം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയവും. അപ്പോൾ ഇന്ത്യയിൽ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ഈ വിഷയം ഉയർത്തിയുള്ളൊരു വലിയ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ? അങ്ങനെ ഒരു ആലോചനയുണ്ടോ പ്രതിപക്ഷ സഖ്യത്തിന്? അതോ ഈ വിഷയത്തിൽ ഇപ്പോൾ മാത്രമുള്ള പ്രതിഷേധങ്ങൾ എന്നാണോ അജീഷ്? വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് ഈ പ്രതിപക്ഷ മുന്നണികൾ കടന്നു കഴിഞ്ഞു. അതിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ബീഹാറിൽ നടക്കുന്ന വോട്ടധികാർ യാത്ര. അത് ഇനി രാജ്യത്ത് മൊത്തത്തിൽ വ്യാപിക്കാനാണ് തീരുമാനം. നേരത്തെ ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ എല്ലാ സംസ്ഥാനങ്ങളുടെയും സെക്രട്ടറിമാരെ വിളിച്ച് അവരുടെ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരെ വിളിച്ച് ഒരു യോഗം ചെയ്തിരുന്നു. ഈ വോട്ടുകൊള്ള ആരോപണത്തിൽ സംസ്ഥാനങ്ങളിൽ എങ്ങനെ സമരപരിപാടികൾ നടത്താം അതിനെക്കുറിച്ചായിരുന്നു അന്ന് ചർച്ച നടന്നത്. അന്ന് എടുത്ത തീരുമാനമെന്ന് പറയുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും സമരപരിപാടികൾ നടത്തണമെന്ന്
നൽകുമെന്നായിരുന്നു. പ്രധാനമായും ഇന്ന് രാഹുൽ ഗാന്ധി ബീഹാറിൽ പറഞ്ഞത്, ഇന്നലെ നടത്തിയ പ്രസംഗത്തിന് മറുപടിയായി പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്നത് തന്നോട് സത്യവാങ്മൂലം നൽകണമെന്നാണ്. പക്ഷേ ഈ BJPയുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള അനുരാഗ് താക്കൂർ തൻ്റെ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരത്തിലൊരു സത്യവാങ്മൂലം ആവശ്യപ്പെട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവർ പക്ഷപാതപരമായിട്ടാണ് പെരുമാറുന്നത് എന്നുള്ളൊരു മറുപടിയായിരുന്നു രാഹുൽ ഗാന്ധി നൽകിയത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നിലപാടിനെതിരെ രാജ്യമൊട്ടാകെ വലിയ പ്രക്ഷോഭത്തിന് തന്നെയാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ബീഹാറിൽ. ഇനി ബീഹാറിലെ ഈ യാത്ര പൂർത്തിയാകുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലും ഈ വിഷയം ഉന്നയിച്ച് വലിയ പ്രക്ഷോഭങ്ങൾ നടത്താനാണ്, ഈ പ്രത്യേകിച്ച് പ്രാദേശിക പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് കടക്കാനാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അജീഷ്, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ രാഷ്ട്രീയ ആരോപണങ്ങൾ അത് മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ ഇന്ത്യ സഖ്യം. ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ BJPക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ള തരത്തിലായിരുന്നുവല്ലോ ആ വാദം. അപ്പോൾ ഈ ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക് കടക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ ഇന്ത്യ സഖ്യം നടത്തുന്നു എന്നിങ്ങനെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. ഇന്നത്തെ യോഗത്തിൽ കൂടിയാലോചനകൾ ഉണ്ടായോ ആ വിഷയത്തിൽ അജീഷ്? ഉന്മേഷ്, ഇന്നായിരുന്നു അത്തരത്തിലൊരു കൂടിയാലോചന കോൺഗ്രസിന്റെ ചില MPമാരുടെ നേതൃത്വത്തിൽ നടന്നത്. നേരത്തെ തന്നെ ഈ ആരോപണം രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ NK പ്രേമചന്ദ്രൻ അടക്കമുള്ള MPമാർ പറഞ്ഞിരുന്നു, അതായത് വേണ്ടി വന്നാൽ ഇംപീച്ച്മെന്റ് നോട്ടീസ് അടക്കം നൽകുമെന്ന ഒരു സൂചന നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അത്തരത്തിലൊരു നോട്ടീസ് നൽകുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തുവെന്ന് അവർ തന്നെ നേരിട്ട് പറയുന്നത്. മാത്രമല്ല, ഈ വർഷകാല സമ്മേളനത്തിൽ, ഈ സമ്മേളനം വൈകാതെ തന്നെ അവസാനിക്കും, അടുത്ത സമ്മേളനത്തിലായിരിക്കും ഇത്തരത്തിലൊരു ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകുക. നിലവിൽ 50 MPമാരുടെ ഒപ്പ് മാത്രം മതി ഒരു ഇംപീച്ച്മെന്റ് നോട്ടീസ് പാർലമെന്റിൽ നൽകണമെങ്കിൽ. അത്തരത്തിൽ 50 MPമാരുടെ പിന്തുണ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷത്തിനുണ്ട്. പക്ഷേ അത് പാസ്സാക്കണമെങ്കിൽ സഭയിൽ 3/2 ഭൂരിപക്ഷം പ്രതിപക്ഷത്തിന് ആവശ്യമാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ അവർക്കതില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഈ നിലപാടിൽ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് തങ്ങൾ ഇങ്ങനെ ഒരു ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരുന്നത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വർഷകാല സമ്മേളനത്തിൽ തന്നെ ഒരു ഇംപീച്ച്മെന്റ് നോട്ടീസ് കൊണ്ടുവരും. ചരിത്രത്തിൽ തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് പാർലമെന്റിൽ വരിക. അത് BJPക്കും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനും ഇലക്ഷൻ കമ്മീഷനും തന്നെ വലിയ നാണക്കേടായിരിക്കും ഉണ്ടാക്കുക. എന്തായാലും അത്തരത്തിലുള്ള ചർച്ചകളുടെ പ്രാഥമിക ഘട്ടമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടക്കും. അത് എങ്ങനെയാകണം കൊണ്ടുവരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ബീഹാറിലാണുള്ളത്. അവരുമായി ചേർന്ന് കൂടിയാലോചിച്ച ശേഷമായിരിക്കും അത്തരത്തിലൊരു നോട്ടീസ് കൊണ്ടുവരുന്ന കാര്യം ഇനി തുടർ നടപടികൾ സ്വീകരിക്കുക. ശരി അജീഷ്. അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് ഇന്ത്യ സഖ്യ നേതാക്കളുടെ വാർത്താ സമ്മേളനം സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.